ഹലോ എവരിവൺ, വെൽക്കം ടു ഇൻസൈഡ് റിസർച്ച് അനലിറ്റിക്സ് വീക്ക്ലി മാർക്കറ്റ് റിപ്പോർട്ട്. ഈ ഒരാഴ്ച ഇന്ത്യൻ ഓഹരി വിപണിക്ക് വളരെ വെല്ലുവിളി നിറഞ്ഞ ദിവസങ്ങളായിരുന്നു. തുടർച്ചയായ 5 ട്രേഡിംഗ് സെക്ഷനുകളിലും വിപണി നഷ്ടത്തിൽ അവസാനിച്ചതോടെ നിക്ഷേപകരുടെ ആത്മവിശ്വാസം കുറയുകയായിരുന്നു. ആഴ്ചയുടെ തുടക്കത്തിൽ തന്നെ വിദേശ നിക്ഷേപകരായ FIIs തുടർച്ചയായ ഓഹരികൾ വിറ്റഴിച്ചതും അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില ഉയർന്നതും അമേരിക്ക ഇറാൻ സംഘർഷം വീണ്ടും രൂക്ഷമായതും വിപണിയെ ശക്തമായി ബാധിച്ചു. ഇതോടൊപ്പം തന്നെ രൂപയുടെ മൂല്യത്തകർച്ചയും പണപ്പെരുപ്പം ഉയരുമെന്ന ആശങ്കയും നിക്ഷേപകരെ കൂടുതൽ ജാഗ്രതയിലാക്കി. സെൻസസ് ആഴ്ചയിൽ ഏകദേശം 2099 പോയിന്റ് ഇടിഞ്ഞെങ്കിലും നിഫ്റ്റി 566 പോയിന്റ് നഷ്ടത്തിലാണ് ക്ലോസ് ചെയ്തത്. മിഡ് ക്യാപ് സ്മോൾ ക്യാപ് ഓഹരികളും സമ്മർദ്ദത്തിലായിരുന്നു. എന്നിരുന്നാലും വെള്ളിയാഴ്ച ഇൻട്രാഡേയിലെ വലിയ നഷ്ടത്തിൽ നിന്ന് വിപണി കുറച്ചെങ്കിലും തിരിച്ചു കയറാൻ സാധിച്ചത് നിക്ഷേപകർക്ക് കൂടുതൽ പ്രതീക്ഷ നൽകുകയുണ്ടായി. ഇനി നിഫ്റ്റി 23,600 23,800 മേഖലയിലാണെന്നാണ് പ്രധാന സപ്പോർട്ട്. 24,400 കടന്നാൽ മാത്രമേ വീണ്ടും ശക്തമായ മുന്നേറ്റം പ്രതീക്ഷിക്കാനാവൂ. അതിനാൽ അടുത്ത ആഴ്ച വിപണിയുടെ ദിശ നിർണ്ണയിക്കുന്ന ആഗോള വാർത്തകളും കോർപ്പറേറ്റ് ഫലങ്ങളുമായിരിക്കും. ഈ ആഴ്ച ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത് ബാങ്കിംഗ് സെക്ടറാണ്. രാജ്യത്തെ പ്രമുഖ സ്വകാര്യ ബാങ്കുകളുടെ ക്വാർട്ടർ ഫലങ്ങൾ പുറത്തു വന്നെങ്കിലും വിപണി അതിൽ തൃപ്തരായില്ല. HDFC ബാങ്കിന്റെ ഫലം ഉയർന്നെങ്കിലും നെറ്റ് ഇൻവെസ്റ്റ്മെന്റ് മാർജിൻ പ്രതീക്ഷിച്ചതിലും താഴെയായിരുന്നതിനാൽ ഓഹരി ഏകദേശം 9% ഇടിഞ്ഞു. ആക്സിസ് ബാങ്ക്, കോട്ടക് മഹീന്ദ്ര ബാങ്ക്, ICICI ബാങ്ക്, യെസ് ബാങ്ക് എന്നിവയും സമ്മർദ്ദത്തിലായിരുന്നു. മറുവശത്ത് പഞ്ചാബ് നാഷണൽ ബാങ്ക് മികച്ച ലാഭവർധന റിപ്പോർട്ട് ചെയ്തതോടെ ഓഹരി നേട്ടം രേഖപ്പെടുത്തുകയുണ്ടായി. ബന്ധൻ ബാങ്ക് ഭാവിയിൽ മാർഗനിർദ്ദേശം കുറച്ചതോടെ 20%ലേറെ ഇടിവ് രേഖപ്പെടുത്തി. ഓട്ടോ മേഖലയിൽ ബജാജ് ഓട്ടോ, TVS മോട്ടോർ എന്നിവ മികച്ച ക്വാർട്ടർ ഫലങ്ങൾ പ്രഖ്യാപിച്ചതോടെ നിക്ഷേപകർ ശക്തമായി വാങ്ങുകയുണ്ടായി. ഇലക്ട്രിക് വാഹനങ്ങളുടെ കയറ്റുമതിയും കമ്പനികളുടെ വളർച്ചയ്ക്ക് കരുത്തായി മാറി. ഫാർമ മേഖലയിൽ സിപ്ല, ഡോക്ടർ റെഡ്ഡീസ് ലബോറട്ടറീസ് എന്നിവയുടെ ലാഭം കുറഞ്ഞപ്പോൾ ലോറസ് ലാബ്സ് മികച്ച പ്രകടനം കാഴ്ചവെച്ചു. നെസ്ലെ ഇന്ത്യ, ക്രിസിൽ, ഗന്ധർ ഓയിൽ റിഫൈനറി തുടങ്ങിയ കമ്പനികളും മികച്ച ഫലങ്ങൾ പ്രഖ്യാപിച്ചതോടെ അവയുടെ ഓഹരികൾ ശ്രദ്ധ നേടുകയുണ്ടായി. അതിനാൽ മുഴുവൻ വിപണിയും താഴ്ന്നിട്ടും മികച്ച ഫലങ്ങളുള്ള കമ്പനികൾക്ക് നിക്ഷേപകർ ഇപ്പോഴും പ്രാധാന്യം നൽകുന്നുവെന്നാണ് ഈ ഒരാഴ്ച തെളിയുന്നത്. വിപണി സമ്മർദ്ദത്തിലായിരുന്നുവെങ്കിലും ഇന്ത്യയുടെ സാമ്പത്തിക അടിത്തറ ഇപ്പോഴും ശക്തമാണെന്നുള്ള ചില പ്രധാന കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട്. റിസർവ് ബാങ്ക് പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം ഇന്ത്യയുടെ വിദേശ നാണയ ശേഖരണം വീണ്ടും ഉയർന്ന് $675 ബില്യൺ കടന്നിരിക്കുകയാണ്. ഇത് രൂപയുടെ സ്ഥിരതയും വിദേശ നിക്ഷേപകരുടെ വിശ്വാസത്തിനും വലിയ പിന്തുണയാണ് നൽകുന്നത്. എന്നാൽ മറുവശത്ത് ജൂലൈയിലെ HSBC PMI റിപ്പോർട്ട് പ്രകാരം സാമ്പത്തിക മേഖലയുടെ വളർച്ച കഴിഞ്ഞ 4 വർഷത്തിനിടെ ഏറ്റവും കുറഞ്ഞ നിലയിലേക്കാണ് എത്തിയത്. പ്രത്യേകിച്ച് സർവീസ് മേഖലയുടെ വളർച്ച സ്ലോ ആയിരുന്നപ്പോൾ നിർമ്മാണ മേഖല ഇപ്പോഴും മികച്ച നിലയിൽ തുടരുകയാണ്. അതായത് സമ്പദ് വ്യവസ്ഥ വളരുന്നുണ്ടെങ്കിലും അതിന്റെ വേഗത കുറവാണെന്നാണ് ഇപ്പോഴത്തെ ചിത്രമുള്ളത്. പാർലമെന്റിന്റെ മൺസൂൺ സമ്മേളനവും ഈ ഒരാഴ്ച ആരംഭിച്ചതോടെ വിവിധ സാമ്പത്തിക നയങ്ങളും അതുപോലെ തന്നെ നിയമപരിഷ്കാരങ്ങളും ചർച്ചയാക്കും. കൂടാതെ പണപ്പെരുപ്പം, ക്രൂഡ് ഓയിലിന്റെ വില, രൂപയുടെ മൂല്യം, റിസർവ് ബാങ്കിന്റെ ഭാവി പലിശ നയം എന്നിവ അടുത്ത ദിവസങ്ങളിൽ ഇന്ത്യൻ വിപണിയെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കാൻ പോകുന്ന ഘടകങ്ങളാണ്. അതിനാൽ തന്നെ നിക്ഷേപകർ ഇപ്പോൾ കൂടുതൽ ശ്രദ്ധയോടെയാണ് ഓരോ സാമ്പത്തിക റിപ്പോർട്ടുകളും വിലയിരുത്തേണ്ടത്. ഈ ആഴ്ച ലോക ഓഹരി വിപണികളെയും ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത് അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷമാണ്. മിഡിൽ ഈസ്റ്റിലെ ആക്രമണങ്ങളുടെയും റെഡ് സീ മേഖലയിലെ കപ്പൽ ഗതാഗതത്തിന് നേരെയുള്ള ഭീഷണികളും എണ്ണ വിതരണത്തെക്കുറിച്ചുള്ള ആശങ്ക വർദ്ധിപ്പിക്കുകയുണ്ടായി. അതിന്റെ ഫലമായി ബ്രെന്റ് ക്രൂഡ് ഓയിലിന്റെ വിലയിൽ വലിയ ചാഞ്ചാട്ടം ഉണ്ടാവുകയും ചെയ്തു. ഇന്ത്യ പോലുള്ള എണ്ണ ഇറക്കുമതിയെ ആശ്രയിക്കുന്ന രാജ്യങ്ങൾക്ക് ഇത് വലിയൊരു വെല്ലുവിളി തന്നെയാണ്. എണ്ണവില ഉയർന്നാൽ ഇറക്കുമതി ചെലവ് വർദ്ധിക്കുകയും രൂപയ്ക്ക് സമ്മർദ്ദമുണ്ടാവുകയും പണപ്പെരുപ്പം ഉയരുകയും ചെയ്യും. അമേരിക്കൻ വിപണിയിലും AI മേഖലയിലെ വൻ നിക്ഷേപങ്ങളെക്കുറിച്ചുള്ള ആശങ്കകൾ കാരണം ആൽഫബറ്റ്, ടെസ്ല, നെറ്റ്ഫ്ലിക്സ് തുടങ്ങിയ ഹൈടെക് കമ്പനികളുടെ ഓഹരികൾ ഇടിവ് രേഖപ്പെടുത്തി. അതേസമയം സെമി കണ്ടക്ടർ മേഖലയ്ക്ക് ദീർഘകാല വളർച്ചാ സാധ്യതകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. യൂറോപ്പിൽ പണപ്പെരുപ്പം കുറയുകയും തൊഴിൽ കണക്കുകൾ മെച്ചപ്പെടുകയും ചെയ്തെങ്കിലും ഉയർന്ന എണ്ണവില അവിടെയും ആശങ്ക സൃഷ്ടിച്ചു. ജപ്പാനിലും ഏഷ്യൻ വിപണിയിലും AI ചിപ്പ് നിർമ്മാണ മേഖലയിൽ പ്രതീക്ഷകൾ തുടരുമ്പോഴും ഭൂരിഭാഗം നിക്ഷേപകരും ഇപ്പോൾ സുരക്ഷിത നിക്ഷേപങ്ങളിലേക്കാണ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. അതിനാൽ തന്നെ ആഗോള വാർത്തകൾ ഇനി ഇന്ത്യൻ വിപണിയുടെ ദിവസേനയുള്ള നീക്കങ്ങളിൽ വലിയ സ്വാധീനം ചെലുത്തുന്നതായിരിക്കും. അടുത്ത ആഴ്ചയും ഈ ഒരു ചാഞ്ചാട്ടം വിപണിയിൽ തുടരുമെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. അമേരിക്ക ഇറാൻ സംഘർഷത്തിലെ പുതിയ സംഭവ വികാസങ്ങൾ, ക്രൂഡ് ഓയിലിന്റെ വില,
വിദേശ നിക്ഷേപകരുടെ വാങ്ങലും വിൽപ്പനയും, രൂപയുടെ മൂല്യം, കൂടാതെ തന്നെ കൂടുതൽ കമ്പനികളുടെ ഫസ്റ്റ് ക്വാർട്ടർ സാമ്പത്തിക ഫലങ്ങൾ എന്നിവയാണ് വിപണിയുടെ പ്രധാന ഡ്രൈവേഴ്സ്. പ്രത്യേകിച്ച് ബാങ്കിംഗ്, IT, ഓട്ടോ, ഫാർമ മേഖലയിലെ ഫലങ്ങൾ നിഫ്റ്റിയുടെ ദിശ നിർണ്ണയിക്കാൻ സഹായിക്കുന്നതാണ്. സാങ്കേതികമായി നോക്കുമ്പോൾ നിഫ്റ്റി 23,600-നും 23,800-നും സപ്പോർട്ട് നിലനിർത്തിയാൽ വീണ്ടും ഉയർച്ചയ്ക്ക് സാധ്യതയുണ്ട്. എന്നാൽ ഈ നില തകർന്നാൽ കൂടുതൽ തിരുത്തലുകൾ കാണാൻ നിക്ഷേപകർക്ക് സാധിക്കുന്നതല്ല. ദീർഘകാല നിക്ഷേപകർക്ക് ഇത്തരം ഇടിവുകൾ നല്ല കമ്പനികളെ ഘട്ടം ഘട്ടമായി നിക്ഷേപിക്കാൻ അവസരമായി കണക്കാക്കാവുന്നതാണ്. എന്നാൽ ഷോർട്ട് ടേം ട്രേഡേഴ്സ് സ്റ്റോപ്പ് ലൂസ് കർശനമായി പാലിക്കുകയും അമിതമായ റിസ്ക് ഒഴിവാക്കുകയും വേണം. വിപണിയിൽ ഭയം നിലനിൽക്കുമ്പോഴും ഇന്ത്യയുടെ ദീർഘകാല വളർച്ചാ സാധ്യതകൾ ഇപ്പോഴും ശക്തമാണ്. അതിനാൽ വികാരങ്ങളെ അടിസ്ഥാനമാക്കി തീരുമാനങ്ങൾ എടുക്കാതെ മികച്ച അടിസ്ഥാനമുള്ള കമ്പനികളിൽ ക്ഷമയോടെ നിക്ഷേപിക്കുന്നതാണ് ഏറ്റവും മികച്ച തന്ത്രം. എല്ലാവർക്കും നല്ലൊരു ഇൻവെസ്റ്റിംഗ് വീക്ക് നേരുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.